പി ബസന്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബസന്ത്, രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് ശ്രീ ടി പി ശ്രീനിവാസൻ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യം. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ആയുധങ്ങളുടെ സ്വരുക്കൂട്ടൽ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ ഉണ്ടാകുന്നത്. കൃത്യമായി ഈ പ്ലാനിന് മുന്നോടിയായി തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒക്കെ അവിടേക്ക് ആയുധങ്ങൾ എത്തുന്നു എന്നുള്ള വാർത്ത അത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതിനപ്പുറത്ത് അതിന് പിന്നിൽ ഉണ്ടാകുന്ന ഒരു ഗൂഢാലോചന വ്യക്തമാക്കുന്ന ഒന്നാണ്. മാധു, ഇന്നലെ ചൈനീസ് വിദേശമന്ത്രി വാങ് യിയുമായി പാകിസ്ഥാൻ വിദേശമന്ത്രി സംസാരിച്ചിരുന്നു. ഇതിനെ തുടർന്നുള്ള ചൈനയുടെ വാർത്താക്കുറിപ്പ് വളരെ വ്യക്തമായിരുന്നു. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അന്താരാഷ്ട്ര സ്വതന്ത്ര അന്വേഷണം എന്ന ആ ആവശ്യത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ള തരത്തിലാണ് ചൈന ഇപ്പോൾ ിരിക്കുന്നത്. അപ്പോൾ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകുന്ന ഒരു നിലപാടിലേക്ക് വരുന്നു. ഇന്ത്യയെ വിളിച്ചിരുന്നു, മോദിയുമായി സംസാരിച്ചിരുന്നു. ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അപലപിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടാണ്. ഇത് വിദേശ മന്ത്രാലയം വളരെ കരുതലോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ചൈന തങ്ങളുടെ മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ പാകിസ്ഥാന് നൽകി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ചില സഹായങ്ങൾ വന്നു എന്നുള്ള ചില സന്ദേശങ്ങൾ, അത് ഡിജിറ്റൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിവരങ്ങളാണ്. അതായത് തുർക്കിയുടെ C-130 ഹെർക്കുലീസ് വിമാനങ്ങൾ മിലിറ്ററി കാർഗോയുമായി പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം എത്തി എന്നുള്ള തരത്തിലാണ്. 4 വിമാനങ്ങൾ വന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഫ്ലൈറ്റ് റഡാറും മറ്റുമൊക്കെ നോക്കിയിട്ട് വിദഗ്ധർ നൽകുന്ന സൂചന. അതായത് മിലിറ്ററി കാർഗോ ആണ് ഇതിലുണ്ടായിരുന്നത്. തുർക്കി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ള ഏറ്റവും ആധുനികമായ ഡ്രോണുകളും മറ്റും കൈമാറി എന്നുള്ള ചില സൂചനകൾ നൽകുന്നു. ചില വെടിക്കോപ്പുകളും ഒക്കെ നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതൊന്നും ഈ പറയുന്ന ഒരു സ്ഥിരീകരണം ഒരു വാർത്താ ഏജൻസികളുടെ വിവരമല്ല. അല്ലാതെ ഈ സ്വകാര്യ തലത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ചില പ്രതിരോധ വിദഗ്ധർ നൽകുന്ന സൂചനകളാണ്. അതായത് ഇത്തരം വിമാനങ്ങൾ അവിടെ വരുന്നത് ഈ ഇത്തരം ഒരു സംഘർഷ സാഹചര്യത്തിൽ വരുന്നത് ആയുധങ്ങളും മറ്റും കൈമാറാൻ തന്നെയാണ് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം വിലയിരുത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള. സൈനിക വിന്യാസം ശക്തമാകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലങ്ങളൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ വരും. ഈ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രതിരോധ മന്ത്രി വീണ്ടും ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്.